ആമേൻ. വചനം പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മനുഷ്യർക്ക് പരസ്പരം വചനം പഠിപ്പിക്കുന്നു, സ്നേഹമുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവ സ്നേഹം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉള്ളിൽ ഉദിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മറ്റുള്ളവരോട് ഹല്ലേലൂയ സ്നേഹമുണ്ടാകും. ഹല്ലേലൂയ. ദൈവ സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവ സ്നേഹം ഉള്ളിൽ പെരുകുവാനിടയായി തീരും. ഉള്ളിൽ ദൈവ സ്നേഹം വർദ്ധിക്കുവാനിടയായി തീരും. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ പരസ്പരം ഹല്ലേലൂയ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ആയിരിക്കുന്ന അനുഭവം അത്രേ പ്രിയ ദൈവ പൈതലെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പരസ്പരം ഹല്ലേലൂയ ദൈവ സ്നേഹമില്ലാത്ത അനുഭവം. ആമേൻ. ഹല്ലേലൂയ. വചനപ്രകാരം ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത, ആമേൻ അവർക്ക് വേണ്ടി കരുതുവാൻ കഴിയാത്ത ഒരനുഭവത്തെ ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ കഴിയുമ്പോൾ ദൈവത്തിന് വചനം പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ ആമേൻ ദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ആമേൻ. ഹല്ലേലൂയ. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കരങ്ങളെ അടിച്ച് ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ട് വചനം പറയുന്നു, ആമേൻ ഹല്ലേലൂയ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. ആമേൻ. 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 ചിലമ്പുന്ന കൈത്താളം. ആമേൻ. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, ഞാൻ കരമടിക്കുന്നത് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ദൈവവചനത്തിലെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഹല്ലേലൂയ ചിലമ്പുന്ന കൈത്താളം. ആമേൻ. ഹല്ലേലൂയ. ആത്മാവ് വന്നൊരു വ്യക്തിയുടെ മേൽ കരമടങ്ങിയിരിക്കത്തില്ല, നാവ് അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. അത് ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വചനം പറയുന്നത് ചിലമ്പുന്ന കൈത്താളം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരങ്ങൾക്കൊരു താളമുണ്ട്, കരങ്ങൾക്കൊരു സ്വരമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ ആമേൻ ശൗലിന്റെ മുന്നിൽ വീണ മീട്ടുമ്പോൾ ശൗലിലായിരുന്ന ദുരാത്മാവ് പുറത്തു വരുവാനിടയായി തീരും. ആമേൻ. ശൗൽ വീണ മീട്ടൽ നിർത്തുമ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ ആ ശത്രുവായവൻ അമർന്നിരിക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളെ ഭരിക്കുന്ന പോരാട്ടങ്ങൾ അഴിഞ്ഞ് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ വീണ മീട്ടിക്കൊണ്ടേയിരിക്കണം. വചനം പറയാണ്, നിങ്ങളെ ഭരിക്കുന്ന രോഗങ്ങൾ അഴിഞ്ഞ് പുറത്തു വരണമെങ്കിൽ, നിങ്ങളെ ഭരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞ് പുറത്തു വരണമെങ്കിൽ കൈത്താളമാകുന്ന വീണ നിങ്ങൾ മീട്ടിക്കൊണ്ടേയിരിക്കണമെന്ന് വചനം ഇന്ന് പകൽക്കാലം പഠിപ്പിക്കപ്പെടുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വചനത്തോട് ചേർന്ന് വരുവാൻ കഴിയും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു, എനിക്ക് പ്രവചന വരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് എത്ര തന്നെ വരങ്ങൾ ഉണ്ടായിരുന്നാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വചനം പറയുന്നു, സ്നേഹമില്ല എങ്കിൽ ഏതുമേയില്ല. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇവയെ ഹല്ലേലൂയ വേണ്ടുന്ന മണ്ണ് ആമേൻ ഹല്ലേലൂയ പകർന്നു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്നേഹത്തിലൂടെ
പകരുമ്പോഴാണ് അവരുടെ മേൽ ദൈവ പ്രവൃത്തി നിവർത്തീകരിക്കപ്പെടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശാഠ്യത്താലല്ല, വൈരാഗ്യ ബുദ്ധിയോടുകൂടെ അല്ല, ആമേൻ, ദൈവ സ്നേഹത്തിൽ ദൈവം നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളെ ഹല്ലേലൂയ കൈമാറ്റം ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ മേൽ അത് സ്ഥാപിതമാകുന്നത്, അത് വന്നു ഭവിക്കുന്നത്, അത് നിറവേറുന്നത്. യേശുവിൻ നാമത്തിൽ സംഭവിക്കുമാറാകട്ടപ്പ. യേശുവേ നന്ദി രാജാവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. സ്നേഹമില്ലാതെ വണ്ണം നാം എത്ര തന്നെ ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ നോക്കിയാൽ ഹല്ലേലൂയ അത് നിറവേറണമെന്നില്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്നേഹത്തിൽ അത് ചെയ്യുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, മാനുഷ്യ ഹൃദയങ്ങൾ അത് ഏറ്റെടുത്തിട്ട് അത് ഹല്ലേലൂയ അംഗീകരിച്ചിട്ട് അതിനെ ഹല്ലേലൂയ സ്വാഗതം ചെയ്തിട്ട് അതിനു വേണ്ടി ഹല്ലേലൂയ പ്രതികരിക്കുമ്പോഴാണ് അത് അവരുടെ മേൽ ഹല്ലേലൂയ വന്ന് ഭവിക്കപ്പെടുന്നത്. അത് ദൈവ സ്നേഹത്തിൽ അത് വ്യാപാരം ചെയ്യുമ്പോൾ, ദൈവ സ്നേഹത്തിൽ അത് കൈമാറ്റം ചെയ്യുമ്പോഴാണ് ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് അവരുടെ തലമേൽ ഇറങ്ങി വരപ്പെടുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേർ ഗ്രഹിക്കുന്നു? ആമേൻ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, നാം ഗ്രഹിക്കണം. ഹല്ലേലൂയ. ആമേൻ, താഴോട്ട് പഠിക്കുമ്പോൾ അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, മൂന്നാം വാക്യം പറയുന്നു, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമേ ഇല്ല. ഹല്ലേലൂയ. നാം ചെയ്യുന്നതെല്ലാം പൂർണ്ണ മനസ്സോട് ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൃപ്തിയോടുകൂടെ ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം അല്പം ചെയ്താലും അധികം ചെയ്താലും നാം സ്നേഹത്തിൽ തന്നെ ചെയ്യണം. ഏത് സ്നേഹത്തിലാണ്? ദൈവ സ്നേഹത്തിൽ ചെയ്യണം. നാം ഒരു സ്തോത്രം പറഞ്ഞാൽ അത് ദൈവ സ്നേഹത്തിൽ ചെയ്യണം. നാം ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അത് ദൈവ സ്നേഹത്തിൽ ചെയ്യണം. നാം ഒരു സ്വാഗതം പറഞ്ഞാൽ അത് ദൈവ സ്നേഹത്തിൽ ചെയ്യണം. അപ്പോഴാണ് ഹല്ലേലൂയ അതിന്റെ മഹത്വം വെളിപ്പെടുന്നത്. പ്രിയ ദൈവ പൈതലേ, ഇതില്ലാതെ വണ്ണം നാം ഇരുട്ട വേളയൊക്കെ ചെയ്താലും അതിൽ മേൽ ദൈവമഹത്വം വെളിപ്പെടുന്നില്ല എന്ന് ഈ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് പഠിക്കുവാനായി കഴിയും. ദൈവ സ്നേഹം ഉള്ളിലുണ്ട് എങ്കിൽ ആ സ്നേഹം പുറത്ത് ഹല്ലേലൂയ പ്രതിഫലിച്ചു നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നാം ഒരു കണ്ണാടിയിൽ നമ്മുടെ ഹല്ലേലൂയ മുഖം കാണുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ സ്നേഹം അത് ഹല്ലേലൂയ ആമേൻ ശത്രുവിനെ മിത്രമാക്കുന്നതാണ്. എന്ന പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദൈവ സ്നേഹം അത് ശത്രുവിനെ മിത്രമാക്കുന്നതാണ്. ദൈവ സ്നേഹമില്ലാതെ ചെയ്താൽ വൈരാഗ്യ ബുദ്ധികളെ വിളിച്ചു വരുത്തുന്നതാണ് എന്ന് ആത്മാവും ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇടപെടുകയ. ഹല്ലേലൂയ. ദൈവ സ്നേഹം ഉള്ളിലുണ്ട് എങ്കിൽ ഹല്ലേലൂയ സകലത ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള ആമേൻ കൃപ ഹല്ലേലൂയ ഉളവാകപ്പെടും. ഹല്ലേലൂയ. സകലത വഹിപ്പാനുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ ശക്തി ദൈവം പകരുവാനിടയായി തീരും. ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ചിലർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ അത് പലരോടും പറഞ്ഞുകൊണ്ട് നടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ദൈവ സ്നേഹത്തിന്റെ അടയാളമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അത് പലരോടും പറഞ്ഞു നടക്കുവാനിടയാകും. ഇത് ദൈവ സ്നേഹമല്ല, ഇത് ദൈവിക പരിജ്ഞാനമല്ല. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് പരിജ്ഞാന കുറവിന്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു നോക്കിക്കേ, വളരെ വേഗത്തിൽ
വിഷയത്തിന് മറുപടി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രഹസ്യമായിട്ട് കുടുംബത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, വളരെ വേഗത്തിൽ മറുപടി വരുവാൻ കഴിയും. ഹല്ലേലൂയ. അത് ദൈവ സ്നേഹത്തിന്റെ അടയാളമാണ് ദൈവ പൈതലേ. അത് ദൈവ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. ജയങ്ങളോട് ഹല്ലേലൂയ. ഒരുവന് വേണ്ടി ഒരുവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ കയർക്കുകയും ചെയ്യുന്നതല്ല. ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത് മറുപടി കാണുവോളം ഹല്ലേലൂയ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കേഴുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, ആമേൻ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദോഷം കണക്കിടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഹല്ലേലൂയ, ഏത് പാപവും ചെയ്യാം, ഏത് ദോഷ വഴികളിലും നടക്കാം. അതല്ല ദൈവത്തിന്റെ പൈതലേ. ഒരു ദോഷവശം നാം കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഹല്ലേലൂയ ഉയർത്തി പിടിച്ചുകൊണ്ട് അത് നാലാൾ കാണെ കേൾക്കെ വിളിച്ചു പറയുന്നതല്ല. ആ ദോഷം മാറുവാൻ വേണ്ടി നാം താണിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദൈവ സ്നേഹമെന്ന് പറയപ്പെടുന്നത്. ഒരുത്തന് പരിജ്ഞാനമില്ല എങ്കിൽ പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ. ഒരുത്തന് ദൈവ ഭയമില്ല എങ്കിൽ ദൈവ ഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുവർക്ക് ഹല്ലേലൂയ ദൈവ കൃപയില്ല എങ്കിൽ ദൈവ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാണ് കുറവ് എന്ന് ഹല്ലേലൂയ നമ്മുടെ കണ്ണിന് ബോധ്യപ്പെടുന്നുവോ ആ വിഷയത്തെ അറയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവ സ്നേഹമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ സ്നേഹം, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാണ്, സ്നേഹമില്ല എങ്കിൽ ഏതുമേ ഇല്ല. ഈ ലോകം മുഴുവന് നേടിയാലും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ ഏതുമേ ഇല്ല. ഹല്ലേലൂയ. കേൾക്കുന്നതാകുന്ന വചനം നമ്മുടെ മേൽ വന്നു വീഴണമെങ്കിൽ, നമ്മുടെ മേൽ അത് പ്രാബല്യമായി തീരണമെങ്കിൽ, നമ്മുടെ മേൽ അത് നിറവേറണമെങ്കിൽ സ്നേഹത്തോടുകൂടെ അതിനെ സ്വാഗതം ചെയ്യണം, സ്നേഹത്തോടുകൂടെ അതിനെ സ്വീകരിക്കണം, സ്നേഹത്തോടുകൂടെ അതിനെ ആലിംഗനം ചെയ്യണം. പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോടുകൂടെ നാം അതിനെ ഹല്ലേലൂയ ഏറ്റെടുക്കുമ്പോൾ ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. Praise you, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ ദൈവത്തിന്റെ പൈതലേ, സ്നേഹം എന്ന് പറയുന്നത് എല്ലാം സഹിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. എന്താണ് സഹിക്കുക? അടിയിടി സഹിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. പട്ടിണി പരിതാപം സഹിക്കുന്ന കാര്യമല്ല. എല്ലാം ഹല്ലേലൂയ സഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഇന്നലെ വരെയുള്ള ഫൈറ്റ് ഇന്ന് ഇരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ സ്നേഹം ഉള്ളിൽ വന്ന ഒരു ദൈവത്തിന്റെ പൈതൽ കുടുംബത്തിന്റെ അകതളത്ത് വെളിപ്പെടുന്ന ചില ആമേൻ കുറവ് വശങ്ങളുണ്ട്, പരാജയ വശങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവയെ ക്രമീകരിച്ച് ദൈവ സ്നേഹത്തെ അവയെ മെരുക്കി, ആമേൻ, പ്രൈസ് ടു ജീസസ്, അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോഴപ്പോഴുള്ള കുറവ് വശങ്ങളെ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പുറം ലോകത്ത് കൊടുക്കാതെ വേണ്ട, ആമേൻ, ഹല്ലേലൂയ, നാട്ടം വെച്ച അനുഭവത്തിലേക്ക് ആമേൻ ആക്കി തീർക്കാതെ വേണ്ട, ആമേൻ, ഹല്ലേലൂയ, അപ്പോഴപ്പോഴും തട്ടി ഉണർത്തി അതിനെ ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ മേരിക്കെ
ആമേൻ ഹല്ലേലൂയ പണിയുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. രേസ്രെ എടുത്തു കാണിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പത്രവാർത്ത പോലെ നിവർത്തി പിടിക്കുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് വെളിപ്പെടുത്തേണ്ടുന്ന ആമേൻ ഹല്ലേലൂയ ഇടത്ത് മാത്രം വെളിപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ആമേൻ സ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാനുള്ള മേഖലകളിൽ മാത്രമേ നാം ചൂണ്ടിക്കാണിക്കുവാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ഈ ദൈവസ്നേഹം കെട്ടുപോകുവാൻ ഇടയുണ്ട്. ദൈവമക്കളെ, വചനം പറയുന്നു ആമേൻ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായതെല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കേൾക്കണമേ ദൈവ പൈതലേ, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നമ്മെ വിട്ട് മാറിപ്പോകും. അംശമാകുന്ന കാഴ്ചപ്പാടുകൾ, അംശമാകുന്ന ആലോചനകൾ, അംശമാകുന്ന വെളിപ്പാടുകൾ, അംശമാകുന്നത് ഏതെങ്കിലും നമ്മെ ഹല്ലേലൂയ മതി മതി എന്ന് പറഞ്ഞ് ചുറ്റി അമർത്തി വെച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എന്നെ മേൽ ഹല്ലേലൂയ അംശമായതല്ല പൂർണ്ണമായതൊന്ന് വരുവാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഹല്ലേലൂയ ഈ ഓടുന്നത്, ഈ കേൾക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, ഏറുകൾ, ചവിട്ടുകൾ, തുപ്പലുകൾ, ഇതിനു വേണ്ടി ഹല്ലേലൂയ അതിദാഹത്തോട് ഞാൻ വാഞ്ചയോടുകൂടെ ഓടുകയാണ്. കർത്താവേ, എന്നെ മേലൊന്ന് പൂർണ്ണമായത് പകരണമേ എന്ന് ഈ പകൽക്കാലം എത്ര പേർ ആ ദൈവത്തോടെ പ്രാർത്ഥിക്കും. വചനം പറയാണ് പൂർണ്ണമായത് വരുമ്പോൾ അംശമായതല്ല മാറിപ്പോകും. ഹല്ലേലൂയ. അംശമായത് എന്താണ്? നാം മുഖാമുഖമായി കണ്ണാടിയ നമ്മുടെ മുഖം കാണുന്നത് പോലെ മാത്രമേ ഉള്ളത് അംശമായത്. എന്നാൽ പൂർണ്ണമായത് ഇതിനെല്ലാം അപ്പുറം വലുതാണ്. ദൈവ പൈതലേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വലുതിന് വേണ്ടി ദാഹിക്കണം, പൂർണ്ണമായതിനു വേണ്ടി ദാഹിക്കണം. പൂർണ്ണമായത് വന്ന ഒരു വ്യക്തിയുടെ മേൽ മാറാവ്യാധികൾ ഇരിക്കത്തില്ല, ബന്ധനങ്ങൾ ഇരിക്കത്തില്ല, ഭൂതവാദ ശക്തികൾ ഇരിക്കത്തില്ല, ആഭിചാര കുരുക്കുകൾ ഇരിക്കത്തില്ല, മന്ത്രവാദ കെണികൾ ഇരിക്കത്തില്ല, കുടിയിരിപ്പിന്റെ വ്യാപാരങ്ങൾ ഇരിക്കുകയില്ല. എന്ന പകൽക്കാലം ഓർക്കണമേ. എവിടൊക്കെയോ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലതൊക്കെ വരുവാനുണ്ട്. ഞാൻ പൂർണ്ണനായിട്ടില്ല, ഞാൻ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. ഓ ഹല്ലേലൂയ. എൻ്റെ മേലിരിക്കുന്നത് അംശമായതാണ്. അതുകൊണ്ടാണ് രോഗം എന്നെ ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ബന്ധനം എന്നെ ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ശാപം എൻ്റെ മേൽ വാഴുന്നത്. ഹല്ലേലൂയ. അംശമായതല്ല കർത്താവേ, എനിക്ക് പൂർണ്ണമായതിനെ തരണമേ എന്ന് ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവരുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം വെച്ച് മാനിക്കുവാൻ എൻ്റെ ദൈവം ശൈത്താനായി ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. യേശുവേ നന്ദി രാജാവേ. പൂർണ്ണമായത് വരുമ്പോൾ തലയുടെ കെട്ടുകളെല്ലാം പൊട്ടി മാറും. നിന്റെ ബോധത്തെ കെടുത്തുവാൻ, നിന്നെ വന്ന് പരസ്യകോലമാക്കുവാൻ, നിന്നെ ദൈവസന്നിധിയിൽ അടുപ്പിക്കാതെ വേണം അടർത്തി കളയുവാൻ ശത്രുവായൻ വച്ചിരിക്കുന്ന ഊരാക്കുരുക്കുകളെ സ്വർഗത്തിലെ ദൈവം അടർത്തി മാറ്റുവാനിടയായി തീരും. ചില പ്രത്യേക തരം ആമേ ചീർപ്പുകളെ കൊണ്ട് തലയെ ഹല്ലേലൂയ പിടിക്കുന്നത് പോലെ ശിരസിനെ ആകമാനം ബന്ധിച്ച് പോരാടി നിൽക്കുന്ന ആ ദുർവ്യാപാരത്തെ കർത്താവാകുന്ന യേശു എന്ന് പകൽക്കാലം നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത് ആമേൻ ഹല്ലേലൂയ എറിയണമെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, അംശമായതല്ല പൂർണ്ണമായതിലേക്ക് നാം വരേണ്ടതായുണ്ട്. പൂർണ്ണമായത് പൂർണ്ണമായ ക്രിസ്തു നമ്മുടെ മേൽ ഉദിക്കുമ്പോൾ
ഉടലക്ഷാരിബ വശാരബ ഇടമാനഹശസ്യാരബ ഉടവലരികവക്ഷാരബ കൈയെ ബന്ധിക്കുന്ന കേട്ടുകൾ ഉടവക്ഷാരബ വശാരബ ഇടമാനഹശസ്യാര ചില വസ്തുതകൾ കരങ്ങളിലേക്ക് തന്ന് നിന്റെ കരത്തെയും നിന്റെ ജീവിതത്തെയും നിന്റെ ശരീരത്തെയും കേട്ടിയ കേട്ടുകൾ എന്ന പകൽക്കാലം പൊട്ടിമാറുകയാ. ഓരോ ഷോറോ വശാരബരബ ഇടമാനഹശസ്യാര ചുടവലരികബ വശസ്യാര ഉടമാനഹശസി ഉടവലരികബ വശസ്യാരബ ഇടമാനഹശസ്യാര ഇടവക്ഷാരബ റീമാനഹശസി ഉടവക്ഷാര വശസ്യാര ഉടവലരികബ വശാരബ. Oh, touch, 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 touch. യേശുവിന്റെ നാമത്തിൽ എല്ലാ പോരാട്ടങ്ങളും, എല്ലാ വിചാരങ്ങളും, എല്ലാ മന്ത്രവാദങ്ങളും, എല്ലാ നേർച്ചകളും, കാഴ്ചകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിട്ടു. ഉടമാനഹശസി ഉടവലരികവക്ഷാരബ വശാരബരബ ഇടമനരികബ വശസ്യാരബ ഓരോഹോലോഹ വശാരബരബ ഇടമാനഹശസ്യാരബ. മനുഷ്യരാകുന്ന നമുക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ആരെന്തു തന്നാലും കൈനീട്ടി വാങ്ങും. ഹല്ലേലൂയ. ആരെന്തു തന്നാലും വാങ്ങിക്കഴിക്കുന്ന ചിലരെ കാണുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ല എങ്കിൽ, കഴിച്ചില്ല എങ്കിൽ അത് ജീവിതത്തെ തന്നെ, ഓ ഹല്ലേലൂയ, കുടുംബ ജീവിതങ്ങളെ തന്നെ ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ അത് വഴിയൊരുക്കുമെന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്നേഹം, അത് ദൈവ സ്നേഹം, അത് ഉപയോഗിക്കേണ്ടുന്ന സ്ഥാനത്ത് നാം ഉപയോഗിക്കണം. ഹല്ലേലൂയ. Praise to Jesus. Hallelujah. ഉടമനരികവക്ഷാരബ. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാകരുത്, നമ്മുടെ തലമുറകളെ ബാധിക്കുന്നതാകരുത്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളെ ബാധിക്കുന്നതാകരുത്, നമ്മുടെ തൊഴിൽ മേഖലകളെ ബാധിക്കുന്നതാകരുത്. മനുഷ്യ സ്നേഹം വ്യർത്ഥമാണ്. ദൈവ സ്നേഹത്തിലേക്ക് വാ, ദൈവത്തോടടുക്ക, ദൈവത്തെ സ്നേഹിക്ക, ദൈവവചനത്തിന് പ്രാധാന്യത കൊടുക്ക, ദൈവാലോചനകൾക്ക് കീഴ്പ്പെട്ടിരിക്ക, ആത്മാവിലെ സത്യത്തില് ദൈവത്തെ സ്തുതിക്ക. ദൈവനാമം ഉയരട്ടെ, ദൈവപ്രവൃത്തി ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിലകൊള്ളട്ടെ. ദൈവത്തിന് വേണ്ടി പോരാട്. ദൈവം നമ്മെ ഹല്ലേലൂയ നല്ല യോദ്ധാക്കളാക്കി തീർക്കാം. അംശമായത് ഹല്ലേലൂയ മാറണമെങ്കിൽ പൂർണ്ണമായത് വരണം. പൂർണ്ണ ശക്തിയോടെ ആത്മാവോടെ കൂടെ ആ ദൈവത്തെ സ്തുതിച്ച് ആ ദൈവ സ്നേഹത്തെ പിടിച്ചു പറ്റുമ്പോൾ കർത്താവാകുന്ന യേശു ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നാം കേട്ടത് ദൈവ സ്നേഹത്തെ കുറിച്ചാണ്. ഈ സ്നേഹം നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുമാറാകട്ടെ.